യഥാർത്ഥത്തിൽ ഈ സൂഫി ബോർഡുമായി ആരാ ബന്ധപ്പെട്ട് കിടക്കുന്നത്? എന്താണ് അതിൻ്റെ അവസ്ഥ? ഞങ്ങളുടെ ജാവിയയിൽ അവർ വന്നപ്പോൾ അവരുമായി സംസാരിച്ചു, പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചു, ഫോട്ടോ എടുത്തു, അതവിടെ തീർന്ന്. ആ ഫോട്ടോ അവർ അതിൽ പോസ്റ്റ് ചെയ്തു. ഞങ്ങളെ ജാവിയയിൽ അവർ വന്ന് ആദ്യ സംസാരത്തിലൊരു പ്രശ്നവുമില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഒരു ഫോട്ടോ എടുത്തതിൻ്റെ പേരിലാണ് അവർ പറഞ്ഞ അബദ്ധങ്ങളിലേക്ക് ഞങ്ങളെ ചേർക്കുന്നതെങ്കിൽ AP വിഭാഗം എവിടെ നിൽക്കുന്നു? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ വിചാരിച്ചത് എന്ത് നുണയും കള്ളത്തരും പറഞ്ഞാണ് പോകാന്നാണല്ലേ? ഈ പറഞ്ഞ സൂഫി ബോർഡിനെ ഏറ്റവും കൂടുതൽ അതിനു വേണ്ട എല്ലാം കൊടുക്കുന്നത് ആരാണ്? നല്ല ദീർഘവീക്ഷണ ഓരോരുത്തർ എഴുതി വിടാ, ഞങ്ങളെ ഉലമായിൻ്റെ ദീർഘവീക്ഷണം. നിങ്ങളെ ദീർഘവീക്ഷണം ഞാൻ കാണിച്ചാൽ നിങ്ങൾ തുടങ്ങുമൊക്കെ അവസാനം നിങ്ങൾ തന്നെ കൊടുക്കും. സിനിമേറ്റിങ്ങൾ വന്നു, നിങ്ങളെ തലീക്ക് തന്നെ വന്നു. അത് മ്യൂസിക്കേറ്റ് വന്നു, നിങ്ങളെ തലീക്ക് തന്നെ വന്നു. അത് ഇപ്പോൾ സൂഫി ബോർഡായിട്ട് വന്നു. സൂഫി ബോർഡിൻ്റെ അവസ്ഥ എന്താ കണ്ടോളൂ. അതിൻ്റെ പോസ്റ്റർ ശരിക്കും കണ്ടോളൂ. പോലെ നമ്മളൊന്ന് ശരിയാക്കി കൊടുക്കണമല്ലോ. അവിടെ നടന്ന 9-ാം തീയതി നടന്ന പ്രോഗ്രാമിൻ്റെ പോസ്റ്ററാണ് നിങ്ങൾ കാണുന്നത്. കണ്ടില്ല നിങ്ങൾ? ഉദ്ഘാടനം സയ്യിദ് അബ്ദുള്ള കോയ ജിഫിരി തങ്ങൾ പ്രസിഡന്റ്. അതിലിങ്ങനെ കാണാം. അതിലാരൊക്കെയാണ് സംബന്ധിക്കുന്നത്? ശ്രീമതി അതൊന്ന് എഴുതി, 2 ടീച്ചർ 3 എഴുതി. 4-ാമത്തെ ആളാരാ? ഹാജി അബ്ദുൽ ലത്തീഫ്, സെക്രട്ടറി അൽ അമീൻ ട്രസ്റ്റ് അമ്പംകുന്ന്. ഇതാരാണ്? ഈ പറഞ്ഞ ആൾ ആരാണ്? അദ്ദേഹം കുരുവട്ടൂരിലെ ദാവിയത്ത് സൂഫിയുടെ മെമ്പറാണോ? ആരാണ് ഹാജി അബ്ദുൽ? നിങ്ങളെ ഏറ്റവും വലിയ കുഫിരിയത്ത് എന്നാണ് നിങ്ങൾ പറയുന്നത്. കുഫിരിയത്ത് എന്ന് നിങ്ങൾ പറഞ്ഞ സൂഫി ബോർഡിൽ അതിൻ്റെ ഉദ്ഘാടന വേദിയിൽ 4-ാമത്തെ പേരായി കാണുന്നത് അബ്ദുൽ ലത്തീഫ് പറഞ്ഞ ആളാണ്. അബ്ദുൽ ലത്തീഫ് ഹാജി, സെക്രട്ടറി അൽ അമീൻ ട്രസ്റ്റ്. ആരായാള്? മുസ്ലിം ജമാഅത്തുകാരാ മലർന്നു കിടന്ന് തുപ്പുമ്പോൾ സ്വന്തം നെഞ്ചത്തേക്ക് വരുന്നു മനസ്സിലാക്കണം. അബ്ദുൽ ലത്തീഫ് ഹാജി ആരാങ്ങളെ? പാലക്കാട് ജില്ലയിലെ AP വിഭാഗത്തിൻ്റെ ജില്ലാ നേതാവല്ലേ അദ്ദേഹം? മണ്ണാർക്കാട് സോൺ മുസ്ലിം ജമാഅത്തിൻ്റെ സെക്രട്ടറി അല്ലേ അയാള്? SMIയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് അല്ലേ അദ്ദേഹം? അദ്ദേഹമില്ലാതെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം അവിടെ നിങ്ങൾക്ക് നടത്താൻ പറ്റുമോ? അവിടെ നടക്കുന്ന അൽ അമീൻ ബാലിക യതീംഖാനയുടെ ട്രസ്റ്റിൻ്റെ ഏറ്റവും ഉന്നതനായ ആളല്ലേ അദ്ദേഹം? അപ്പൊ AP വിഭാഗത്തിൻ്റെ പാലക്കാട് ജില്ലയിലെ നെടുംതൂണായ ലത്തീഫ് ഹാജിയുടെ പേരാണ് അപ്പറഞ്ഞ സൂഫി ബോർഡിന്റെ പോസ്റ്ററിലുള്ളതോ? നിങ്ങളാണ് ഈ കുഫ്രിയത്തിന് കൂട്ടുനിന്നത് നിങ്ങളെ ഭാഷയിൽ. ഞങ്ങളെന്താ ചെയ്തത്? ഞങ്ങളാകെ ഒരു ഫോട്ടോ എടുത്തിട്ടേ ഉള്ളൂ. നിങ്ങളെ സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ ഫോട്ടോ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കുക. അമ്പംകുന്നിലെ ഈ പറഞ്ഞ ലത്തീഫ് ഹാജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അൽ അമീൻ കോളേജാണത്, യതീംഖാന. ഒന്ന് പിടിച്ചോലിട്ടോ, നിങ്ങൾ അങ്ങനെ വിടാൻ കണ്ടിട്ടില്ല. ഞങ്ങളെ പ്രത്യേകത എന്താ അറിയോ? നിങ്ങളൊരു ഫോട്ടോ ആയിട്ട് വന്നാൽ ഞങ്ങളത് വിശദീകരിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ വിശദീകരിച്ചല്ല, അതിനപ്പുറം ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളോട് വിളിക്കുന്നു, ഇവിടെ വന്ന് സൂഫി എന്നുള്ള പേരിലാണ് സംസാരിക്കണം എന്ന് പറയുന്നു, സംസാരിക്കുന്നു. ഓ അപ്പോഴേക്ക് ചിലർ നിങ്ങളെ ഷെയ്ഖ് ഇത് അറിയണ്ടേ, ഇങ്ങോട്ട് വരാൻ പാടുണ്ടോ
വഹാബിസം കലർത്തിയ ചോദ്യങ്ങൾ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് സ്വഹാബത്തിനെ വരെ ചോദിച്ച് കൊണ്ടുപോയി ഇൽമു പഠിക്കാനാണ് പറഞ്ഞിട്ട് പിന്നെ വഴിയിൽ പോയി കൊന്ന സംഭവം അത്രയൊന്നും ഇവിടെ ഉണ്ടായില്ലല്ലോ. അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. മശായിഖന്മാരുണ്ടെങ്കിൽ ഹിഫുളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ ആ ഹിഫുളാണോ കണ്ടതെന്ത്? ഇവിടെ വന്നു, ഞങ്ങൾ സംസാരിച്ചു. അതേ സമയത്ത് ആ വിഭാഗത്തിൻ്റെ വാദങ്ങൾ പുറത്തു വന്നപ്പോ മശായിഖന്മാർ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, പോകാൻ പാടില്ല, അത് ശിയായിസമാണ്. ഇതാണ് കാവൽ, അല്ല അതിൻ്റെ കാര്യങ്ങൾ വരൂല എന്നല്ല. അപ്പോൾ ചോദിക്കാം, ഞങ്ങളെ ഫോട്ടോ നിങ്ങൾ വിടലുണ്ടല്ലോ, നിങ്ങളേത് ഫോട്ടോ വിട്ട്? ഏത് ഫോട്ടോ ആണ് വിട്ടത്? ISMന്റെ സ്റ്റേറ്റ് സെക്രട്ടറി അലി അക്ബർ മൗലവി സിറാജുൽ ഹുദയിൽ ക്ലാസ് എടുത്തത്. അലി അക്ബർ മൗലവി പറഞ്ഞ ചങ്ങായി വഹാബിയാണ് എന്ന് അറിയാതെ കൊണ്ടുവന്ന ഞങ്ങൾ. അയാൾ സ്റ്റേറ്റ് സെക്രട്ടറി അല്ലേ, വഹാബിയുടെ, എത്രയോ മുമ്പുണ്ടായ വഹാബിയുടെ. അതുപോലെ തന്നെ AP അബൂബക്കർ മുസ്ലിയാർ വഹാബികളുടെ കൂടെ പങ്കെടുത്തു. ഞങ്ങളത് വിട്ടു. എന്താ നിങ്ങൾ പറഞ്ഞേ? TP അബ്ദുള്ള കോയ മദനി അടക്കമുള്ള വഹാബികളുടെ കൂടെ ഇരിക്കുന്നു. TP അബ്ദുള്ള കോയ മദനി വഹാബിയാണ് എന്ന് അറിയാതെ പോയതാ അബൂബക്കർ. അവിടെ തന്നെ ഞങ്ങൾ സൂക്ഷ്മത പാലിച്ചു. കൂടെ ഇരുന്നത് കൊണ്ട് TP അബ്ദുള്ള കോയ മദനിന്റെ ആശയം ഏൽപ്പിക്കുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഒരു ഫോട്ടോ എന്തിനു വിടുന്നു അത് നോക്കണം. ഫോട്ടോ വിടുന്ന നേരത്തെ വഹാബിയാണെന്നും ഇപ്പോൾ മമ്മൂട്ടിൻ്റെ കൂടെ ആമിദ് ഇരിക്കുന്ന ഫോട്ടോ ഞങ്ങൾ വിട്ടു. അപ്പം എന്താ സംഭവിച്ചത്? നിങ്ങൾക്ക് പറയാം, ആ മമ്മൂട്ടി സിനിമാ നടനാന്ന് ഞങ്ങൾക്ക് അറിയില്ലേന്ന് പോയിരുന്നപ്പോൾ പിന്നെ മനസ്സിലായത്. അങ്ങനെ പറയാൻ പറ്റുമോ? ഇത് അറിഞ്ഞുകൊണ്ട് പോയിരിക്കല്ലേ. ഇതിൻ്റെ അടിത്തറ എന്താണെന്നറിയോ? ഞങ്ങളെക്കുറിച്ച് നിങ്ങളൊരു ഫോട്ടോ വിട്ടാൽ ഞങ്ങളെ വിശദീകരിക്കും, തൊള്ള തുറന്നു പറയും. ഇതാണ് ഇതിൻ്റെ സംഭവം. നിങ്ങൾക്കോ? നിങ്ങൾക്ക് മിണ്ടാൻ കഴിയില്ല, അതന്നെ നിങ്ങളെ പെടല്. നിങ്ങളെ ഫോട്ടോ വീഡിയോ ഒക്കെ ഞങ്ങൾ വിടുമ്പോൾ അതിനെക്കുറിച്ച് പറയാൻ കഴിയണില്ല നിങ്ങൾക്ക്. അലി അക്ബർ മൗലവി കുറ്റ്യാടിയിൽ ക്ലാസ് എടുത്തത് വിട്ടപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ പേരോടിന് കഴിഞ്ഞില്ല. AP അബൂബക്കർ മുസ്ലിയാർ 10-40 കൊല്ലമായി ബന്ധമുള്ള ഉന്നതാധികാരികളായ മശായിഖന്മാരിൽ പ്രധാനി, അവരുടെ ഹദറത്തിൽ ഇരുന്നതിൻ്റെ ഫോട്ടോ വീഡിയോ ഞങ്ങൾ വിട്ടു. അബൂബക്കർ മുസ്ലിയാർ ജീവിച്ചിരിപ്പില്ലേ? ഹയ്യല്ലേ? ഖാദിറല്ലേ? ഹാദിറുമല്ലേ? വഹാബിന്റെ തൗഹീദ് പറഞ്ഞതാ. എന്താ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് അങ്ങനെ ആ ഇരുത്തമായി ആ ഫോട്ടോ ശരിയല്ലെങ്കിൽ എന്തുകൊണ്ട് അബൂബക്കർ മുസ്ലിയാർക്ക് തുറന്നു പറയാൻ കഴിയണില്ല? അവിടെയാണ് പ്രശ്നം. ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾ അവർ വിളിച്ചപ്പോൾ 1.5 മണിക്കൂർ ഞങ്ങളെ ചെയ്തു നിന്നപ്പോൾ ഞങ്ങൾ സംസാരിച്ചു. പ്രശ്നമൊന്നും തോന്നിയില്ല, ഫോട്ടോ എടുത്തു, അത്രേ ഉള്ളൂ. ഇത് ഞങ്ങൾ പറഞ്ഞു. അതേപോലെ ഞങ്ങളവിടെ സംസാരിച്ചത് പിന്നെ മൂപ്പര ആശയത്തിനോട് എനിക്ക് യോജിപ്പില്ല, അല്ലെങ്കിൽ അവർ പിഴച്ചതാണ്, അല്ലെങ്കിൽ കച്ചവടത്തിന് പോയതാണ് എന്നെന്താ AP അബൂബക്കർ മുസ്ലിയാർക്ക് തൊള്ള തുറന്നു പറയാൻ പ്രശ്നം? ബാക്കിയുള്ളതിനൊക്കെ തൊള്ളുണ്ടല്ലോ. അപ്പം അത് നിങ്ങൾക്ക് കഴിയൂല. അവിടെയാണ് പോയിന്റ്, അവിടെയാണ് അതിൻ്റെ പോയിന്റ്. ഞങ്ങളത് കൃത്യമായി വിശദീകരിച്ചു കഴിഞ്ഞു. ഞങ്ങൾ അവിടെ അവസാനിപ്പിച്ചു. അവരോട് തന്നെ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പരസ്യമായിട്ട് പറയുന്നതാ, അവരാ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് മുഴുവനും അബദ്ധമാണ്. അങ്ങനെ ഒരു സംഭവമല്ല. അവനവന്റെ ദീൻ ശരിയാണെന്ന് വിശ്വസിച്ച് അതിൽ അടിയുറച്ചു നിന്നുകൊണ്ടാണ് മറ്റുള്ളവരോട് സൗഹാർദ്ദം കാണിക്കേണ്ടത്. അതെല്ലാ മതക്കാരനും പറയുന്നവനാണ്. ഹൈന്ദവ മതത്തിൽ വിശ്വസിക്കുന്ന ഹൈന്ദവ സഹോദരൻ അവരുടെ മതങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. അതോടൊപ്പം സൗഹൃദം, അതല്ലേ നമ്മൾ പറയുന്ന ആശയം. സർവമത സത്യവാദം, തനിച്ച കുഫ്രിയത്തല്ലേ അത്? ആർക്കാ അതിൽ തർക്കം? എന്നിട്ടിവിടെ രസതല്ല,
ഞങ്ങൾ ഈ ഫോട്ടോ എടുത്തിട്ടുള്ളൂ, ഞങ്ങളതിൻ്റെ പൂർണ്ണ മറുപടി പറഞ്ഞു തീർത്തു. ബന്ധല്ലാന്നല്ല, തെറ്റാന്ന് തീർത്തു പറഞ്ഞു. അതിൻ്റെ ആശയത്തിൽ തന്നെ ഷിയ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു. അതേ സമയത്ത് ആ നിങ്ങൾ എന്നെ കുഫരിയത്ത് എന്ന് പരിചയപ്പെടുത്തിയ സൂഫി ബോർഡ് അതിവിടെ കൊണ്ടു നടന്നതും അതിനെല്ലാ സപ്പോർട്ടും കൊടുത്തതും നിങ്ങളാണ്. കഴിഞ്ഞിട്ടില്ല, ഞാൻ അതിൻ്റെ തെളിവാ ഹാജരാക്കിയത്. ഇനിയോ ആ യത്തീംഖാനൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചെന്നല്ലോ. ഇനി ഈ പറയുന്ന സൂഫി സമ്മേളനത്തിൻ്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തല്ലോ. ഓഫീസ് ഉദ്ഘാടനത്തിൻ്റെ വീഡിയോ ഒരു ചെറിയ സമയം കാണിച്ചു കൊടുക്ക്. സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, ഇസ്ലാമിക സമൂഹത്തിൽ നിരവധി വിഭാഗങ്ങളുണ്ടെങ്കിൽ ഒരാളോടും ഞങ്ങൾക്ക് ഒരു വൈരുദ്ധ്യമോ വൈജാത്യമോ ശത്രുതയോ. കഴിഞ്ഞ ദിവസം ഞായറാഴ്ച അമ്പംകുന്നിൽ നടന്ന സൂഫി ബോർഡിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ അതിൻ്റെ സെക്രട്ടറിയുടെ സംസാരം ഞാൻ ചോദിക്കുന്നു, സൂഫി ബോർഡിന്റെ ഉദ്ഘാടന സമ്മേളനം നടന്ന സ്ഥലം ഏത്? പറയൂ. നിങ്ങൾ അങ്ങനെ രക്ഷപ്പെടണമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. എങ്ങനെ രക്ഷപ്പെടാനാ? നിങ്ങൾ സലാമത്താവോ? നിങ്ങൾ പോസ്റ്ററിൽ തന്നെ മുസ്ലിം ജമാഅത്തിന്റെ നേതാവിന്റെ പേര്. ഈ ഉദ്ഘാടനം നടന്നത് എവിടെ? മുസ്ലിം ജമാഅത്തിന്റെ നേതാവായ അബ്ദുൽ ലത്തീഫ് ഹാജിയുടെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റ് AP വിഭാഗത്തിന്റെ സ്ഥാപനമായി നടക്കുന്ന അൽ അമീൻ യത്തീംഖാനയുടെ ലങ്കർഖാനയുടെ ഓഡിറ്റോറിയത്തിലാണ് ഇതിൻ്റെ ഉദ്ഘാടന സമ്മേളനം നടന്നത്. അപ്പം നിങ്ങളാണ് അതിന് എല്ലാ വെള്ളവും വളവും കൊടുക്കുന്ന ടീം. പോസ്റ്ററിൽ നിങ്ങളുടെ പേര്, അപ്പറഞ്ഞ കുഫരിയത്ത് എന്ന് പറഞ്ഞ പരിപാടിയുടെ ഉദ്ഘാടന സമ്മേളനം നടന്നത് മണ്ണാർക്കാട്ടെ മുസ്ലിം ജമാഅത്ത് നേതാവിൻ്റെ സ്വന്തം സ്ഥാപനത്തിന്റെ ഓഡിറ്റോറിയത്തിൽ. മതിയായിട്ടില്ലേ? ഒന്നുകൂടി തരാം. നിങ്ങളുടെ സർവ്വ നേതാക്കളും വിസിറ്റ് ചെയ്യുന്ന കാന്തപുരക്ക് മുസ്ലിയാർ പോകുന്ന സ്ഥാപനം, ഉള്ളാൾ തങ്ങൾ പാപ്പ നേരത്തെ പോയ സ്ഥാപനം, സയ്യിദ് ബാഫക്ക് തങ്ങൾ ഈ അടുത്തും പോയ സ്ഥാപനം, മുസ്ലിം ജമാഅത്തിന്റെ സോൺ സെക്രട്ടറിയും SMAയുടെ ജില്ലാ പ്രസിഡന്റുമായ അബ്ദുൽ ലത്തീഫ് ഹാജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആ സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ ഉള്ളിൽ കുട്ടികളോട് സംവദിക്കാൻ സൂഫി ബോർഡിലെ നേതാക്കൾ. നീ അതാ കാണാൻ പോകുന്നുണ്ട്. ഞങ്ങളൊരു ഫോട്ടോ കണ്ട് ഭയപ്പെടുത്താൻ വന്നതാ. പള്ള നിറച്ചും പിന്നെ കുറച്ചും അറിയുള്ളൂ തൊഴിലുസ്താദ് എന്ന് പറഞ്ഞ പോലെ തരാൻ നിങ്ങൾക്ക് ഇതിൽ. അവിടുത്തെ കുട്ടികളെ ഇരുത്തിയിട്ട് സൂഫി ബോർഡിന്റെ പ്രസിഡന്റായ തങ്ങളും സെക്രട്ടറിയും എല്ലാവരും കൂടിയിട്ട് കുട്ടികളോട് സംവദിക്കുന്നു. ആ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കും. നമ്മുടെ കുട്ടികൾ മടിച്ചു അല്ലേ? എന്താ മനസ്സിലായില്ല. പക്ഷെ നിങ്ങളിൽ ആരാണോ 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിക്കുന്നതെങ്കിൽ ഒരാൾക്ക് വാങ്ങുന്ന ഒരാൾക്ക് 1 പവൻ ഒരു ഗോൾഡ് സമ്മാനം. 1 പവൻ ഗോൾഡ്. അത് എന്റെ വാക്കാണ്. നിങ്ങൾ ഞങ്ങളെ കൂടെ ഇരിക്കുന്നുണ്ട് എന്ന് കാണിച്ച ഫോട്ടോയിലെ എല്ലാവരും അതിലുണ്ട്. കുട്ടികളെ മുമ്പിലിരുത്തിയിട്ട് നിങ്ങളെ സ്ഥാപനത്തിൽ. അപ്പോ പോസ്റ്ററിൽ നിങ്ങളുടെ നേതാവിൻ്റെ പേര്. 2, നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഓഡിറ്റോറിയത്തിലാണ് ഈ പറഞ്ഞ സൂഫി സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനം നടന്നത്. 3, അൽ അമീൻ എന്ന ഈ അബ്ദുൽ ലത്തീഫ് ഹാജിയുടെ നേതൃത്വത്തിൽ AP വിഭാഗം നടത്തുന്ന സ്ഥാപനം, ആ സ്ഥാപനത്തിലെ കുട്ടികളുമായി ഈ സൂഫി ബോർഡ് അംഗങ്ങൾ സംവദിക്കുന്നതിൻ്റെ വീഡിയോ. കഴിഞ്ഞില്ല, ഇനി ഒരു ഓഫീസ് ഉദ്ഘാടനം ചെയ്തല്ലോ, അതും കൂടി കാണിച്ചു കൊടുക്ക്.
ഓഫീസ് ഇതെവിടെയാണോ? ഏത് ബിൽഡിങ്ങിലാണ് ഈ ഓഫീസ്? ആരുടേതാണ് ഈ ബിൽഡിങ്? നേരത്തെ ഞാൻ പറഞ്ഞ അബ്ദുൽ ലത്തീഫ് ഹാജിയുടെ നേതൃത്വത്തിലുള്ള ആ അതേ സംഭവത്തിന്റെ ബിൽഡിങ്. അപ്പൊ തിന്നാനും കുടിക്കാനും ഉറങ്ങാനും പുതക്കാനും വിരിക്കാനും എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തത് മുസ്ലിം ജമാഅത്ത്. ഏതാ നിങ്ങളെ സ്ഥാപനത്തിന്റെ അവസ്ഥ? പരിപാടികൾ ജസ്റ്റ് ഒരു പോസ്റ്റർ കാണിച്ചു കൊടുക്ക് വ്യക്താക്കാൻ. കണ്ടോ, അവിടെ നടന്നൊരു പരിപാടി, അതിൽ സയ്യിദ് അലി ബാഫക്കി തങ്ങൾ, കൂറത്തങ്ങൾ, ഇവരൊക്കെ എല്ലാവരും കാണാം. ഞാൻ ഒരു ഉദാഹരണം കാണിച്ചതേ ഉള്ളൂ. അപ്പൊ സൂഫി ബോർഡിനെ ഇവിടെ വളർത്തിക്കൊണ്ടുവന്നത് AP സമസ്ത. എന്തിന്? ഷിയാക്കളുടെ ഈ ടീമിനെ ഇറക്കിയിട്ട് യഥാർത്ഥ സൂഫികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി AP വിഭാഗം നടത്തിയ ഒരു വലിയ ഗൂഢാലോചനയാണ് ഇത് എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയുകയാണ്. ഞാൻ സംശയിക്കുന്നത് ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇന്റർനാഷണൽ ബിസിനസ്മാൻ അയച്ചതാകാനാണ് സാധ്യത. ഇവിടെ വന്ന് നമ്മളോട് പറയാ സൂഫികളെ വഴിക്കാറിനാൽ നമ്മൾ സംസാരിക്കാൻ തയ്യാറാവുമല്ലോ. അങ്ങനെ വന്നൊരു ഫോട്ടോ എടുത്ത് തൽക്കാലം പല പേരിൽ നമുക്ക് അങ്ങോട്ട് ഇടുക. എന്നിട്ട് നിങ്ങൾ ഇവിടെ പ്രവർത്തിച്ചാൽ യഥാർത്ഥ സൂഫീസ് അതിൻ്റെ ഭാഗമാണെന്നും പറഞ്ഞു കൊടുത്താൽ ആളുകൾ വരൂലല്ലോ. കാഞ്ഞ ബുദ്ധി തിരക്കണില്ല. പോസ്റ്ററിൽ ഓലെ പേര്, ഇവരുടെ ഒറിജിനൽ സ്ഥാപനത്തിൽ ഉദ്ഘാടനം നടക്കുന്നു. ഓഫീസ് പ്രവർത്തിക്കുന്നത് അബ്ദുൽ ലത്തീഫ് ഹാജിയുടെ ബിൽഡിങ്ങിൽ. മുസ്ലിം ജമാഅത്തിന്റെ സോൺ സെക്രട്ടറി, SMAയുടെ ജില്ലാ നേതാവ്, കാന്തപുരം വിഭാഗത്തിന്റെ പാലക്കാട്ട് നെടുന്തൂണ്. മാത്രമല്ല അല്ലമീൻ എന്ന ഈ സ്ഥാപനത്തിന്റെ കുട്ടികൾക്കിടയിൽ സൂഫി ബോർഡ് നേതാക്കളെ കൊണ്ടുവന്ന് കുട്ടികളുമായി സംവദിക്കുന്നു, അവരെ പഠിപ്പിക്കുന്നു. അപ്പൊ AP വിഭാഗം എന്നറിയുന്നത് ഇവിടെ ഒരു ഭാഗത്തൂടെ വഹാബിസം വളർത്തുന്നു, മറുഭാഗത്തോടുകൂടി ഷിയായിസത്തിന് എല്ലാം കൊടുത്ത് യഥാർത്ഥ സൂഫിസത്തെ തകർക്കാൻ അവിടെയും ഗൂഢാലോചന നടത്തുന്നു. എന്നിട്ട് അഹ്ലുസുന്നയുടെ വഴിയിൽ നടക്കുന്ന നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് ദജ്ജാലിന്റെ പണിയെടുക്കാൻ വേണ്ടി ആളുകളെ പറഞ്ഞേച്ച് ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ ദുരുപയോഗം ചെയ്ത് നിങ്ങളിവിടെ യഥാർത്ഥ സൂഫിസത്തെ തകർക്കാനാണ് നിങ്ങളെ തീരുമാനമെങ്കിൽ ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം, അതിനു വേണ്ടി നിങ്ങൾ വെച്ച കലണ്ടല്ലോ അതങ്ങോട്ട് എടുത്തു വെച്ചേക്ക്. ഞങ്ങളുടെ ആശയങ്ങൾ ഇവിടെ വ്യക്തമാണ്. ഞങ്ങൾ എല്ലാ ദിവസവും പ്രസംഗിക്കുന്നതല്ലേ. ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് ഞങ്ങൾ പറയാത്ത ഏത് പ്രസംഗമാണ്? അഹ്ലുസുന്നയെ കുറിച്ച് പറയാത്ത പ്രസംഗം ഏതാണുള്ളത്? സുന്നത്ത് ജമാഅത്ത് വിശദീകരിക്കാത്ത പ്രസംഗം ഏതാണുള്ളത്? ഞങ്ങളെ മശായിഖിന്റെ വിശദീകരണങ്ങളിൽ ഞങ്ങളത് കൃത്യം പറയുന്നുണ്ട്. അതിനെ തൊടാൻ നിങ്ങൾക്ക് കഴിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ഫോട്ടോ കൊണ്ടുവന്ന് ആ ഫോട്ടോ ഉള്ള ആളുകൾ ഇത് പറയുന്നു, അതിതാ കുരുവട്ടൂരികളുടെ വാദമാണ്. ചിലതൊക്കെ കണ്ട നമുക്ക് തന്നെ ചിരി വരുന്നു പോകും. കുരുവട്ടൂരികളുടെ സൂഫി ബോർഡിനിൽ അതിൽ പങ്കെടുത്ത അഹ്സനി ഒഴിവാകുന്നു. ഒരുത്തൻ അതിൽ പങ്കെടുത്ത അഹ്സനി നമ്മളതിൽ പങ്കെടുത്തിട്ടൊന്നുമില്ല, ഇവിടെ വന്ന് ഏതൊരു ഫോട്ടോ വിളിച്ചതാ. അപ്പം നിങ്ങളെ അജണ്ട എന്താ? നിങ്ങൾക്ക് എന്താ മതം? നിങ്ങളേതാ ദീന്? നിങ്ങൾക്ക് സത്യാസത്യമൊന്നുമില്ലേ? ഹക്കും ബാത്തിലൊന്നുമില്ലേ? കദ്ദാബും ദജ്ജാലുമായി ജീവിക്കൽ മാത്രമാണോ പണി? ഞങ്ങൾ